സർ, നമ്മുടെ മേയർ വി രാജേഷ് ഒരു കൾട്ടാവുന്നു? വെച്ചാൽ രാജേഷ് ഒരു ഈ വിരാട രൂപം എന്ന് പറഞ്ഞതല്ല. രാജേഷ് പല സമയത്തും പല രൂപമായിരുന്നു. ഞാനൊക്കെ ടെലിവിഷൻ ഡിബേറ്റ് തുടങ്ങുന്ന രാജേഷ് അടി ഉണ്ടാക്കിയിട്ടാണ്. അപ്പൊ അന്ന് രാജേഷ് ഒരു ഹാർഡ് കോർ എന്ന് പറയുന്നതിൻ്റെ അതിൽ ഹിന്ദുത്വവാദി, ഇന്നും അത് തന്നെയാണ്. പക്ഷെ അന്ന് ഈ പറഞ്ഞ ഭയങ്കര മുസ്ലിം വിരുദ്ധതയൊക്കെ പുറത്തു വരികയാണ്. അങ്ങനെ ഞങ്ങൾ പലപ്പോഴും അടി ഉണ്ടായിക്കൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് BJPയുടെ സമീപനം മാറി ഒരു മുതു ലൈനിലേക്ക്. ആ ബാബറി മസ്ജിദ് തീർന്നതോടുകൂടി തന്നെ ആ സമീപത്ത് മാറ്റം വരുന്നുണ്ട്. അപ്പം രാജേഷ് വളരെ ഇൻക്ലൂസീവായി. അതേസമയം രാജേഷിനെ കുറച്ച് സംഘടനത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിരുന്നു. രാജേഷ് ഏതാണ്ട് പാർട്ടി സംസ്ഥാന നേതാവായി നിന്നുകൊണ്ട് പിന്നെ ജില്ലാ പ്രസിഡന്റ് ആവേണ്ട ആകുന്ന രീതിയിലേക്ക് താന്നു വന്നു. എന്നാൽ സുരേഷ് അതേ സമയത്ത് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സുരേഷ് സംസ്ഥാന ലീഡർഷിപ്പിലെ പ്രധാനപ്പെട്ട നേതാവായി മാറി. അപ്പം രാജേഷ് ഏതാണ്ട് പാർട്ടിയിൽ നിഷ്പ്രഭനാകുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം കോർപ്പറേഷൻ ഇലക്ഷനിലാണ് മുമ്പ് മത്സരിച്ച സീറ്റിലല്ല മത്സരിച്ചത്. മാറി RSSന്റെ സ്ട്രോങ് ആയിട്ടുള്ള കോട്ടയിലേക്ക് പോയി മത്സരിക്കേണ്ടി വന്നു. ആ സമയത്താണ് രാജേഷ് മേയറാവുന്നത്. അപ്പം മേയറായപ്പം പൊതുവെ രാജേഷിന്റെ ശത്രുക്കളെല്ലാം പറഞ്ഞത് രാജേഷ് പ്രത്യേകം കോംപ്രമൈസ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. ഇപ്പൊ നമ്മൾ കണ്ടത് രാജേഷ് വളരെ ശക്തമായിട്ട് ഇടപെടുന്നതാണ് പല വിഷയങ്ങളിലും. ആ ഇടപെടൽ പലപ്പോഴും ഈ പറഞ്ഞതിന്റെ വെറുതെ ആളുകളെ കാണിക്കാൻ ഉള്ളിൽ കൂടെ പുറത്തൊരു വർത്തമാനം വന്ന് പിന്നെ കൂടെ പോയിട്ട് കെട്ടിപ്പിടിക്കുന്ന പരിപാടിയല്ല എന്നൊരു ഫീല് രാജേഷ് ഉണ്ടാകുന്നു. പിന്നെ രാജേഷ് എല്ലാവർക്കും ഓപ്പണാണ്. ആർക്കും രാജേഷിനോട് അപ്രോച്ചബിൾ ആണ്. ആർക്കും രാജേഷിനോട് എന്ത് കാര്യവും പറയാം. രാജേഷ് പറ്റാവുന്ന രീതിയിൽ ഇടയ്ക്ക് എന്തൊരു പട്ടിയുടെ പ്രശ്നം അവിടെ ഉണ്ടായിട്ട് രാജേഷ് എല്ലാം ഇടപെട്ടു. 3 വർഷം കൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചെന്നൊക്കെ എന്നോട് വേറൊരാൾ തോന്നിട്ടുണ്ട്. അപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നൊരു കോർപ്പറേഷൻ. ഇത് വളരെ കാലം കോൺഗ്രസ്സുകാർ ഭരിച്ചു. അതിനുശേഷം ഒരുപാട് കാലം നമ്മുടെ സമീപത്ത് LDF ഭരിച്ചു. പക്ഷേ ഈ പ്രശ്നങ്ങൾ ഇവരാരും തീർക്കാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം പൈപ്പ് പൊട്ടുക എന്നുള്ളതാണ് മെയിൻ വിഷയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അപ്പം ഈ പൈപ്പ് പൊട്ടിയ ആളുകൾ ബുദ്ധിമുട്ടാണ്. എന്ന് ഈ പൈപ്പ് പൊട്ടാൻ എന്താണെന്ന് നിങ്ങൾക്ക് ഇത്രയും കാലം മാറ്റാൻ പറ്റാത്തത്. കാരണം ഈ പൈപ്പ് ഇത് പക്ഷേ കോർപ്പറേഷൻ്റെ മാത്രം പരിധിയിൽ നിൽക്കുന്ന വിഷയമല്ല, സംസ്ഥാന ഗവൺമെൻറ്റൊക്കെ ബന്ധപ്പെട്ടു. അപ്പോൾ തിരുവനന്തപുരത്ത് നാട്ടുകാർ പറയുന്ന ഒരു കഥ എന്ന് വെച്ചാൽ ഈ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന കോൺട്രാക്ടർമാരുമായിട്ട് ടൈപ്പ് ഉണ്ട്. അവർ പ്രഷർ കയറ്റി അടുപ്പിക്കാൻ പോയി പ്രഷർ കയറ്റി അടിക്കും. അപ്പോൾ എവിടെയെങ്കിലൊക്കെ പൈപ്പ് പൊട്ടും. മിക്കവാറും വഴയിലായിരുന്നു പൈപ്പ് പൊട്ടിക്കൊണ്ടിരുന്നത്. റോഡ് പണി നടക്കുമ്പോഴും അല്ല, ഇത് പ്രധാനമായിട്ട് ഇങ്ങനെയാണ്. പൈപ്പ് പൊട്ടും. അപ്പോൾ അവിടെ 3-4 ദിവസം അവർക്ക് പണി കിട്ടും. അത് 3-4 ദിവസം നമ്മൾ കഷ്ടപ്പെടും. ഈ പ്രശ്നത്തിന് ഇപ്പോഴും ശാശ്വത പരിഹാരമായിട്ടില്ല. അതായത് ഇപ്പോഴും നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ചില പ്രദേശങ്ങളിൽ വെള്ളം കിട്ടുന്നില്ല. അവിടെ 4 വർഷമായി വെള്ളത്തിന്റെ ഫോഴ്സ് കുറഞ്ഞു. ഇപ്പം വെള്ളം കിട്ടുന്നില്ല. അപ്പം ട്രാങ്കറിൽ കൊണ്ട് ചടിച്ചോണ്ടിരിക്കുക. ഇത് രാജേഷിന്റെ കുഴപ്പമല്ല. രാജേഷിന് കുറ്റം പറയാനേ പറ്റില്ല. 4 വർഷമായുള്ള പ്രശ്നമാണ്. നാട്ടുകാർ തീരെ വെള്ളം കിട്ടാതാവുന്നവരെ നാട്ടുകാർ കംപ്ലൈന്റ് ചെയ്തില്ല. തീരെ വെള്ളം കിട്ടാതായപ്പോൾ കംപ്ലൈന്റ് ചെയ്തത്. അപ്പൊ അതിന് മൊത്തം പൈപ്പ് മാറി പഴയ പൈപ്പുകളാണ്. ഈ പൈപ്പുകൾ മുമ്പേ ശ്രമിച്ചിരുന്നെങ്കിൽ വളരെ മുമ്പേ മാറ്റാമായിരുന്നു. നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക്കായി ചിന്തിക്കണ്ടേ. ഫ്യൂച്ചറിസ്റ്റിക്കായി ചിന്തിക്കാന്ന് പറയുമ്പോൾ മുമ്പൊന്നും ഇത്രമാത്രം വാഹനങ്ങളൊന്നും തിരുവനന്തപുരം നിർത്തിയിട്ടില്ല. ഒരു 20 വർഷം പിന്നോട്ട് നിങ്ങൾ ആലോചിച്ചു, ഇത്രമാത്രം വാഹനങ്ങളില്ല. പക്ഷേ ഇങ്ങനത്തെ പൈപ്പുകളും ഉണ്ടായിരുന്ന പണ്ട്. ഏത് മൺപൈപ്പാണ് പല സ്ഥലത്തുള്ളത്. അതാണ് പൊട്ടുന്നത്, മറ്റേ പൊട്ടില്ല. അപ്പം 20 വർഷം മുമ്പ് ഈ മറ്റേ പൈപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഡൽഹിയിലൊക്കെ അത്തരം പൈപ്പുകളാണ് അവർ സ്ഥാപിച്ചിരിക്കുന്നത്. അവിടെ ഒന്നും ഇങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. അപ്പം ഈ പൈപ്പുകൾ 20 വർഷം മുമ്പ് മാറ്റാൻ മതി. 20 വർഷം മുമ്പ് മാറ്റേണ്ടിയിരുന്നു. കാരണം അന്ന് ഇത്തരം വാഹനങ്ങളില്ല. നിങ്ങളെ വീട്ടിൽ ചിലപ്പോൾ ഒരു കാറൊക്കെ ഉണ്ടാവുള്ളൂ, ഒരു ബൈക്കൊക്കെ. 2-3 കാറല്ലേ, 2-3 ബൈക്കൊക്കെ. അപ്പൊ അത്രയും എല്ലാവർക്കും വണ്ടിയായി. ഇപ്പൊ ട്രാഫിക് ബ്ലോക്ക്, വയലിലൊക്കെ ബ്ലോക്ക് എന്ന് വെച്ചാൽ 1-1.5 ബ്ലോക്കാണ്. അന്ന് ഇത്തിരി വരില്ല. അന്ന് സുഖമായിട്ട് മാറ്റാമായിരുന്നു, മാറ്റിയില്ല. അപ്പൊ അന്ന് ഇവരെല്ലാം കാണിച്ച കഴിവുകളിൽ ഉദാസീനതയും അല്ലെങ്കിൽ ഗൂഢതാല്പര്യത്തിന്റെയും ഈ പറയുന്ന രാജേഷിന്റെ തലയിൽ വെച്ചു കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ നാട്ടുകാർ വിശ്വസിക്കില്ല. കാരണം അവർക്കറിയാം രാജേഷ് ഇന്നലെ വന്നിട്ടല്ലേ ഉള്ളൂ. അതിൽ നിന്നുകൊണ്ട് രാജേഷ് പലതും ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിലൊന്നാണ് ഈ പറയുന്ന വൃത്തിഹീനമായ ഹോട്ടലുകൾക്കെതിരെയുള്ള നടപടി. അത് മുസ്ലിം ക്രിസ്ത്യൻ ഹോട്ടലുകൾ തെരഞ്ഞു പിടിച്ചൊന്നല്ല, എല്ലാവർക്കെതിരെയും കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്കൊന്നും ആരോപിക്കാൻ പറ്റില്ല. പിന്നെ ആശാനാഥ് എന്ന് പറഞ്ഞിട്ടുള്ള ഡെപ്യൂട്ടി സ്പീക്കർ ആണെങ്കിൽ വളരെ പൊളൈറ്റ്, എന്താണോ മുമ്പ് ഉണ്ടായിരുന്ന മേയർ അതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. ആർക്കും അവരെ പറ്റി നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല. പിന്നെ തിരുവനന്തപുരത്തിന്റെ വേറൊരു കാര്യം വെള്ളക്കെട്ടാണ്. ഈ വെള്ളക്കെട്ട് ഞാനീ പറഞ്ഞ 20 വർഷം മുമ്പ് നിങ്ങൾ പരിഹരിക്കേണ്ട വിഷയമാണ്. അന്നും നല്ല മഴയുണ്ട്. പക്ഷെ അന്ന് വണ്ടി കുറവായതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. പോപ്പുലേഷൻ കുറവ്. ഇപ്പം വെച്ചാൽ ഭയങ്കരമായിട്ട് മുമ്പ് മലബാറുകാർ ഇങ്ങോട്ടൊന്നും കൂടിയത്. അപ്പം മലബാറിന് കൂടിയിട്ടുണ്ട്. കോട്ടയത്ത് നിന്നൊക്കെ മൊത്തം ആളുകൾ വീട് സ്ഥലം വിറ്റ് തിരുവനന്തപുരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്വർണ്ണം ഉണ്ടെന്ന് ഉത്തരേന്ത്യക്കാർക്ക് അന്ന് അറിയില്ലായിരുന്നു. ഇത് കേട്ടോടുകൂടി ഉത്തരേന്ത്യക്കാർ വന്നു തുടങ്ങി. അപ്പം അവർ ഈ പൈസ ഉള്ള ദൈവത്തെ മാത്രമേ ആരാധിക്കുള്ളൂ, അല്ലാതെ അഷ്ടമൂർത്തിനെ ആരാധിക്കുള്ളൂ, കഷ്ടമൂർത്തിനെ ആരാധിക്കില്ല. ഉത്തരേന്ത്യക്കാർക്ക് അങ്ങനെ പ്രശ്നമാണ്. അപ്പോൾ
അങ്ങനെ തിരുവനന്തപുരത്തിന്റെ ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടി ഇപ്പോഴത്തെ സമയം നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കുഴിച്ച് ഇപ്പം പിന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ നോക്കിയാൽ വലിയ വലിയ ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാവും. ഇത് ഓപ്പറേഷൻ അനന്ത വഴി ബിജു പ്രഭാകർ ശ്രമിച്ച അദ്ദേഹം അതിന്റെ ഗുണമായിട്ടാണ് കുറേയൊക്കെ മാറ്റം വന്നത്. അത് UDF ഗവൺമെന്റ് അവസാന കാലഘട്ടത്തിൽ. LDF ഗവൺമെന്റ് വന്നപ്പോൾ ഓപ്പറേഷൻ അനന്ത അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു. അപ്പൊ നിങ്ങളെ വീടിനടി ഇടപ്പഴിഞ്ഞിൽ ഒരു ഹോസ്പിറ്റലോ മറ്റോ ഉണ്ടാക്കിയിരിക്കുന്നത് പൈപ്പിന്റെ മുകളിലാണ്. ബിജു പ്രഭാകർ അത് പൊളിക്കല്ല, അത് വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഉണ്ടാക്കി. അല്ലെ ഇടപ്പഴിഞ്ഞ് ജംഗ്ഷനിൽ വെള്ളമായിരുന്നു. അന്ന് ഞാനവിടെ താമസിച്ചതല്ല, എനിക്കറിയാം. അപ്പൊ പക്ഷെ അതിന് കണ്ടിന്യൂറ്റി ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് എന്ത് ചെയ്തു? തിരുവനന്തപുരത്ത് തമ്പാനൂർ വെള്ളം കയറി, പല സ്ഥലങ്ങളിലും വെള്ളം കയറി. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം കിടക്കുന്നത് വെച്ചാൽ തിരുവനന്തപുരം സിറ്റി ഓഫ് 7 hills ആണ്. ഓമനെ കൊണ്ട് പറഞ്ഞതിന്റെ 7 കുന്നുകളുടെ നടുവിലുള്ള സ്ഥലമാണ്. നിങ്ങൾ ഈ ബിൽഡിംഗ് ഉള്ളതുകൊണ്ട് ആ കുന്നുകൾ തിരിച്ചറിയാത്തതുകൊണ്ടാണ്. തിരുവനന്തപുരം അങ്ങനെ സ്ഥലമാണ്. വെള്ളം കയറാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ഇത് അന്നേ പരിഹരിക്കേണ്ട വിഷയമായിരുന്നു. അതും കോർപ്പറേഷന്റെ മാത്രം. പക്ഷെ കോർപ്പറേഷൻ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം അവരിവിടെ 4-5 സീറ്റ് സിറ്റി തന്നെ ഉള്ളതല്ലേ. പക്ഷെ അന്നത്തെ ഒരു സിറ്റി ഒരു മേയറും ഭരണസമിതിയും അതിന് തയ്യാറായില്ല എന്നുള്ളത്. കാരണം അവരുടെ ആളുകളാണല്ലോ ഇവിടെ ഭരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചില്ല. അത് രാജേഷിന്റെ തലയിൽ ഇടാൻ പറ്റും. അതിനുശേഷം സ്മാർട്ട് സിറ്റി വന്നു. സ്മാർട്ട് സിറ്റി വന്നപ്പോൾ ചില മേഖലകളിലൊക്കെ അത്യാവശ്യം റോഡുകളൊക്കെ നന്നായില്ല അവിടെ. പക്ഷെ വേറൊരു പ്രശ്നം വെച്ചാൽ ഈ വീതി കൂട്ടിയിട്ടില്ല. വീതി കൂട്ടാതെ സ്മാർട്ട് സിറ്റി ഉണ്ടാക്കിയപ്പോൾ ഒരു 15% 2 സൈഡിൽ എന്തിനു വേണ്ടി എടുത്തു? സൈക്കിൾ പാത്ത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു. പച്ച പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ സൈക്കിളൊന്നും പോകുന്നുമില്ല. ഇനി എവിടെ സൈക്കിൾ പോയാൽ അപകടമാണ്. ഫുട്പാത്ത് അല്ല, ഫുട്പാത്ത് കഴിഞ്ഞിട്ട് ഒരു 5 സൈക്കിൾ പോകാൻ പച്ച. അവിടെ ഇപ്പൊ നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. വണ്ടി പക്ഷെ നോ പാർക്കിംഗ് എഴുതി വെച്ചിട്ടില്ല. ഈ പച്ചയിൽ പാർക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കി നമ്മൾ പാർക്ക് ചെയ്യാതിരിക്കണം. അപ്പൊ പോലീസിന് മാസാവസാനം കോട്ട കഴിഞ്ഞില്ലെങ്കിൽ അടിച്ചുണ്ടാകാൻ ഭയങ്കര രസമാണ്. എനിക്ക് എന്റെ വണ്ടിക്ക് 2 തവണ അടിച്ചു. നമുക്കറിയില്ലല്ലോ ഇത്. അന്നേ ഞാൻ ആലോചിക്കുന്നത് പിന്നെ നിങ്ങൾ ഈ വണ്ടി അവിടെ കൊണ്ടുവച്ചിടും. ഈ LDF ഗവൺമെന്റ് തോൽക്കാൻ ഒരു കാരണം ഞാൻ പറഞ്ഞത് ഈ മറ്റേ AI ക്യാമറയാണ്. AI ക്യാമറ ഇടയ്ക്ക് ഇവർ ആക്റ്റീവ് ആക്കി ഒരു ഓട്ടോക്കാരൻ എന്നോട് പറഞ്ഞു അയാൾ 12,000 രൂപ അടിച്ചു വന്നു. ഒരു ആലോചിച്ച് നോക്കും. ആ പൈസ പിന്നെ ഇതുവരെ അവർ ചെയ്തിട്ടില്ല. ആ പല പട്ടത്തെയും പിന്നെ കടമനയിലെയും ക്യാമറയ്ക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് ഇവർ പറയുന്നു. അത് ഒഴിവാക്കി കൊടുത്തു. ബാക്കി ഒന്നും ഒരു ഒഴിവാക്കി കൊടുത്തിട്ടില്ല. ഇത് ജനങ്ങൾ എവിടെ നിന്ന് കൊടുക്കും ഈ പൈസ? മാത്രമല്ല ഈ പൈസ ഞാൻ മനസ്സിലാക്കിയാലും ഇതിന്റെ ലാഭത്തിന്റെ വിഹിതം ഒന്നും സ്വകാര്യ കമ്പനിക്കാണ്. അപ്പൊ അവരെങ്ങനെ അടിച്ചു കിട്ടട്ടെ എന്നല്ലേ വിചാരിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് സ്മാർട്ട് സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അത് പക്ഷെ അങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന്. സൈക്കിൾ പാത്ത് വേണം. പക്ഷെ സൈക്കിൾ പാത്ത് അവിടെ ബൈക്കാണ് ഉണ്ടാക്കുന്നത്. അതിലെ സൈക്കിൾ ഓടിച്ചു പോകാൻ സേഫും അല്ല. കാരണം റോഡിന്റെ വീതി കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ തിരുവനന്തപുരത്തെ വേറൊരു പ്രശ്നം വെച്ചാൽ ചില സ്ഥലത്തുണ്ടാകുന്ന ഭയങ്കര ബ്ലോക്കാവും. ശ്രീകാര്യം, പെരൂക്കട, സുമാ ബുക്സിന്റെ അവിടെ തമ്പാനൂര്. ഈ ബ്ലോക്കൊക്കെ ഇവർക്ക് ഒരു 20 വർഷം മുമ്പ് ശ്രമിച്ചാൽ ഞാൻ ഈ പറഞ്ഞ സ്കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഇത്ര വാഹനങ്ങളില്ല. ഇപ്പൊ സുമാ ബുക്കിന്റെ അവിടെ ഒരു പിന്നെ ഇത് ഉണ്ടാക്കുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കും. റോഡ് ബ്രിഡ്ജ് ഉണ്ടാക്കാൻ എന്ത് ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതെല്ലാം ഫ്യൂച്ചറിസ്റ്റിക് ആയി ചെയ്യേണ്ടതാണ്. ഇതാരും ചെയ്തിട്ടില്ല. അവസാഹചര്യത്തിലാണ് ഇത് ഈ രാജേഷ് ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ചെയ്യുന്നതെല്ലാം രാജേഷിന് പോസിറ്റീവാണ്. അതുകൊണ്ട് രാജേഷ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മാത്രമല്ല രാജേഷ് മേയർ ആയതിനു ശേഷം കുറച്ചുകൂടി ഡൗൺ ടു എർത്ത് ആയിട്ടുണ്ട്. നേരത്തെ കുറച്ചുകൂടി അല്ല പൊതുവെ ഡൗൺ ടു എർത്ത് ആണെങ്കിലും കുറച്ചും കൂടി ഒരു ഇതുണ്ടായിരുന്നു. കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു രാജേഷിന്. BJP കാര്യം ഉണ്ടായി കൊടുത്താണ് പല കാര്യങ്ങളും പോകും. പക്ഷെ ഇപ്പൊ അത് എല്ലാവരും മാറ്റി പറയുന്നുണ്ട്. വെരി അപ്രോച്ചബിൾ എന്ന് പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.